വചനമൊഴി മെയ് 30. വചനഭാഗം ഫിലിപ്പി 3:12-15, യോഹന്നാന്റെ സുവിശേഷം 3:31-36. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ലോ ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ ഉണ്ടായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സ്വർഗാരോഹണ തിരുനാൾ നാം ആചരിച്ചു. സ്വർഗത്തിൽ നിന്നും മനുഷ്യനായി അവതരിച്ച മിശിഹ സ്വർഗത്തിലേക്ക് കരേറി പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കാര്യമാണ് നാം ആചരിച്ചത്. സ്വർഗത്തെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ദൈവിക വെളിപ്പെടുത്തലുകളായിരുന്നു. ആദിയിൽ ദൈവം സൃഷ്ടപ്രപഞ്ചത്തിലൂടെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തി. തുടർന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ ദൈവിക വെളിപാടുകൾ നൽകി. ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ നൽകിയ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയായിരുന്നു ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം. പ്രപഞ്ച സൃഷ്ടി മുതൽ ഈ ദൈവിക വെളിപാടുകൾ നൽകിക്കൊണ്ടിരുന്നത് ദൈവത്തിന്റെ വചനമായിരുന്നു. ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായിലൂടെയുള്ള ദൈവിക വെളിപാട് ഉന്നതത്തിൽ നിന്നുള്ള ദൈവിക വെളിപാടാണ്. സ്വർഗത്തെ വെളിപ്പെടുത്തിയതാണ്. ഈശോ മിശിഹായുടെ വാക്കുകൾ സ്വീകരിക്കുന്നവർക്കാണ് സത്യ ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചവും പ്രപഞ്ചശക്തികളുമൊന്നും ദൈവങ്ങളല്ല. അവയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യമാണ് ഈശോ മിശിഹായിലൂടെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. ആ ദൈവവചനത്തെ സ്വീകരിച്ച് ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറുക. സകല മനുഷ്യകുലവും ഒരേ ദൈവത്തിന്റെ മക്കളാണ് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാനും ഏക ദൈവത്തെ ആരാധിക്കുന്ന, എല്ലാറ്റിന്റെയും ഉടയവനായ സത്യദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി മനുഷ്യകുലം മാറ്റപ്പെടുകയും ചെയ്യുക. അതാണ് വിശുദ്ധ ബൈബിളിലൂടെ നൽകിയ ദൈവിക വെളിപാടിന്റെ ലക്ഷ്യം. ആ ദൈവിക വെളിപാട് അതിന്റെ പൂർണ്ണതയിൽ നൽകിയത് ഈശോ മിശിഹായിലൂടെയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഈശോ മിശിഹായുടെ വചനം ശ്രവിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈശോ മിശിഹായാണ് സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരുവാനുള്ള ഏക മാർഗം. കാരണം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ വചനമായ മിശിഹായാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഈശോ മിശിഹായിലുള്ള വിശ്വാസമാണ് രക്ഷയുടെ അടയാളമായിട്ട് നിൽക്കുന്നത്. ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും ദൈവൈക്യത്തിൽ ജീവിച്ച് സ്വർഗോന്മുഖമായി വളരുന്നതിനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.